ഇപ്പോൾ PF മാത്യൂസിൻ്റെയും VD സതീശൻ്റെയും നിലപാടിനോട് എനിക്ക് എന്തായാലും യോജിപ്പില്ല. നോക്കിക്കഴിഞ്ഞാൽ മാർക്കേസ് മുതൽ സാർത്ര മുതൽ സകല കക്ഷികളും ദാസ്യപ്പണി ചെയ്തവരാണ് എന്ന് സ്ഥാപിക്കേണ്ടി വരും, സമ്മതിക്കേണ്ടി വരും. ഇത് അടിസ്ഥാനപരമായി രാഷ്ട്രീയം ഇവർക്കെല്ലാം ഉണ്ട്. കേരളമാണിത്. ഇപ്പോൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇവരുടെയൊക്കെ ഉള്ളിലുള്ള രാഷ്ട്രീയം എന്നത് അതങ്ങനെ തന്നെ പുറത്തു വരിക തന്നെ ചെയ്യും. അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ സാഹിത്യകാരന്മാർക്ക് എന്താ രാഷ്ട്രീയം പാടില്ലേ? ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? മാത്രമല്ല ഇപ്പുറത്ത് ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള എത്ര പേർ UDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ധർമ്മജനെ പോലെ പിഷാരടിയെ പോലെ ഒക്കെയുള്ള ആളുകൾ UDF പരിപാടികളിൽ പങ്കെടുക്കുന്നില്ലേ? അല്ലെങ്കിൽ സാഹിത്യകാരന്മാരായിട്ടുള്ള എത്ര പേരെ നമ്മൾ ആ വേദികളിൽ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പുറത്ത് അതിനെതിരെ ഒരു വിമർശനവുമായി സത്യം പറയാമല്ലോ ഇടതുമുന്നണിയിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ സാഹിത്യ പ്രവർത്തകരെ ഈ മട്ടിൽ വിമർശിക്കുന്നത് ശരിയല്ല. മാത്രമല്ല അറയ്ക്കുന്ന ഭാഷയിൽ KR മീരയെ വേട്ടയാടുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ്. അതിന് VT ബൽറാമിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സംസ്കാരം ഈ മട്ടിൽ സാഹിത്യകാരന്മാരെ ബഹുമാനിക്കാത്ത, ഈ ഇൻ്റലക്റ്റുകളെ ബഹുമാനിക്കാത്ത, അവരെ പരിഹസിക്കുന്ന അപഹസിക്കുന്ന ഒരു സമീപനം, ഒരു കൾച്ചർ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ വിമർശനങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നത്.